ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ ചില്ലിയാണ്. ഗോബി ചില്ലി സോസുകളൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത്. എന്നാൽ ടേസ്റ്റ് ഒട്ടും കുറവല്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു സൈസിലുള്ള കോളിഫ്ലവറാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂട് വെള്ളമാണ് ഒഴിക്കേണ്ടത്. നല്ല ചൂട് വെള്ളത്തിൽ കോളിഫ്ലവർ 5 മിനിറ്റ് നമുക്ക് വെക്കാം. 5 മിനിറ്റ് ഒക്കെ മതിയാവും. അതിൽ കൂടുതൽ സമയമായാൽ കോളിഫ്ലവർ കുറച്ച് സോഫ്റ്റായി പോവും. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ പൊടിച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. റവക്ക് പകരം വേണമെങ്കിൽ മൈദയും ചേർക്കാം. ഇത് അരിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ചേർക്കണം. ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് മല്ലിയില കുറച്ച് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. റവയൊക്കെ ഉള്ളതല്ലേ, കുറച്ച് കഴിഞ്ഞാൽ ഇത് തിക്കായിട്ട് വന്നോളും. അപ്പം നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കോളിഫ്ലവറിൻ്റെ കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കോളിഫ്ലവർ ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ എടുക്കണമെന്ന് നിർബന്ധമില്ല. കോളിഫ്ലവർ ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലും എടുക്കാം. എന്നിട്ട് നല്ലെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കീറിയത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് സവാളയുടെ കളർ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി ഇല്ലെങ്കിൽ ചെറിയ ജീരകം തന്നെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊക്കെ ചേർക്കുന്ന സമയത്താണ് ചേർക്കേണ്ടത്. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
പൊടികളൊക്കെ ചേർത്തിട്ട് വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ഫ്ലെയിം കൂടാൻ പാടില്ല. ഇപ്പോൾ പൊടികളുടെയൊക്കെ റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ട് കോളിഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോളിഫ്ലവർ ചില്ലി, ഗോബി ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻസിലൂടെ അറിയിക്കുകയും വേണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്